ഇന്നേ മൊന്തങ്കാ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. മൊന്തങ്ക അറിയാലോ, നമ്മൾ അവിയലൊക്കെ വയ്ക്കാൻ വേണ്ടി എടുക്കുന്ന മൊന്തങ്ക. അത് ആർക്കും ഇഷ്ടപ്പെടില്ല. ഈ മലക്കറിയുടെയൊക്കെ കൂടെ കറിയുമ്പോൾ നമ്മളെടുത്ത് കളയുന്ന ഒരു സാധനമാണ്. എന്നാലും വേണ്ടില്ല, അത് നല്ലവണ്ണം ഒന്ന് തോരത്തിന് വേണ്ടിയിട്ട് ഞാനിതാ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആർക്കും ഈ കായോട് അത്ര താല്പര്യമില്ലാത്തതാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ഔഷധ ഗുണവും ഉള്ള ഒരു കായാണ് ഈ മൊന്തങ്ക എന്ന് പറയുന്നത്. പേമൊന്തൻ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഉഴുന്ന് പരിപ്പ് ഒന്ന് ഇട്ടിട്ടുണ്ട്. അതാണ് ഇതിന് ബെസ്റ്റ് കേട്ടോ. കടുകിനെക്കാട്ടി ഉഴുന്ന് പരിപ്പിടുക. എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. നല്ലൊരു കളർ, ഗോൾഡൻ കളറായി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് കളറ് മാറിയിട്ടുണ്ട്. ഇനി ഒരല്പം മുളക്, വറ്റൽ മുളക്, ഒരു മുളക് ഒന്ന് കട്ട് ചെയ്തിടാം. പിന്നെ ഇച്ചിരി കറിവേപ്പില കൂടെ ഇടാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ആ ഒന്ന് ഇതിലോട്ടൊന്ന് തട്ടാം. ഇതിൻ്റെ ഒരു പച്ചപ്പൊക്കെ മാറുമ്പോൾ, കറിവേപ്പിലയുടെ ഒരു പച്ചപ്പൊക്കെ മാറുമ്പോൾ നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരുന്ന അങ്ങോട്ട് തട്ടാം. ഇച്ചിരി വെള്ളമൊക്കെ അതിൽ അല്പം വെള്ളമൊക്കെ കാണും, അതൊന്നും കുഴപ്പമില്ല. ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്, ആ വെള്ളത്തിൽ നിന്നൊന്ന് വെന്തോട്ടെ. ഒരുപാട് ഡ്രൈ ഒന്നും ആക്കണ്ട. ഇച്ചിരി വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് ഇത് നല്ലവണ്ണം വെന്ത് കിട്ടും. ഇനി ഒരല്പം ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചിടാം. ഒരു 2 മിനിറ്റ് അടച്ചിട്ടാൽ തന്നെ അത് നല്ലവണ്ണം വെന്ത് കിട്ടും. പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ എൻ്റെ തൊലിപ്പുറം ഒന്ന് വെന്ത് കിട്ടുന്ന താമസമേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് ഒരു കൂട്ടുണ്ടാക്കാം. ഇച്ചിരി തേങ്ങ, ഒരല്ലി വെളുത്തുള്ളി, അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജീരകം വേണം എന്നില്ല, കാരണം ഉഴുന്ന് പരിപ്പിട്ട് കടുവറുത്തത് കൊണ്ട് ജീരകം വേണം എന്നില്ല. ഇത് അരച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ അടച്ചു വെച്ചിരുന്ന കായിലോട്ട് അങ്ങോട്ട് ഇടാം. ഇതാണ്ടോ, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി അധിക സമയമൊന്നും വേണ്ട, ഒരു മിനിറ്റിനകം തന്നെ ഇത് നമുക്ക് നല്ലൊരു കറിയായിട്ട് കിട്ടും. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട്, ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമല്ല. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചിടാം. 1 മിനിറ്റ് ഒന്ന് അടച്ചിടാം. ഇതാണ്ടോ, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. മിനിറ്റ് കൊണ്ട്, ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ വാഴ തോരൻ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ എല്ലാവരും എടുത്ത് കളയുന്ന ഒരു കായാണിത്. വലുതായിട്ടൊന്നും ഉപയോഗം ഇല്ല എന്ന് വെച്ചിട്ട്, പക്ഷേ ഭയങ്കര ഉപയോഗവും ഭയങ്കര ഗുണവും ഉള്ള ഒരു കായാണിത്. ഇതാണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് കറി വയ്ക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അരിഞ്ഞിട്ട് നമുക്ക് ഒരു തോരൻ വയ്ക്കാം. ഓക്കെ, അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട്, ചിലരൊക്കെ വയ്ക്കുന്നവരായിരിക്കാം, വയ്ക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ബൈ.